എന്താണ് ഇത് നല്ല അടദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. അടയെന്ന് പറയുമ്പോൾ ഈ കാറൊക്കെ ഉരുണ്ട് കയറ്റത്ത് കയറി അങ്ങനെ പോകുമ്പോൾ അട വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനത്തെ അടദോശയല്ല. പിന്നെന്തോ ഇത് ഇങ്ങനത്തെ അടദോശ, അതായത് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതായിട്ട് ഉണ്ടാക്കിയ ദോശയാ. ഇതെന്തോ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക? അയ്യോ ഇല്ലല്ലോ, മൈക്രോവേവ് ഓവനിനകത്ത് വെച്ചേക്കല്ലേ. ഇത് എനിക്ക് വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്, എന്റെ അടുക്കള വന്നേച്ച് പോവരുത്. എനിക്ക് ചൂടോടെ ഞാൻ നേരത്തെ പറഞ്ഞു എന്തും എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ്. അതങ്ങ് പറഞ്ഞേച്ചാ പോരെ, പിന്നെ പിണങ്ങുന്ന എന്നത്തിനല്ലേ. എങ്ങനെയാണ് ഓരോ ദോശ ചൂട്ട് ചട്ടുകത്തേൽ ഇങ്ങനെ കൊണ്ടുപോകണം. അതിന് സൗകര്യം ഞാൻ പാത്രമായിട്ടാണ് ഇപ്പൊ എന്റെ ചോട്ടിൽ തന്നെ നിൽക്കും. പിന്നെ ചേട്ടാ പെണങ്ങണ്ട, എന്നാന്നോ ആനീസ് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ അതിഥിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാന്നുള്ളതിലാണ് എന്റെ സന്തോഷം. ഞാൻ എന്റെ ദോശ ഉണ്ടാക്കുന്നത് ഇനി അടുത്ത വഴക്ക് കേൾക്കും. അല്ലെങ്കിൽ സിനിമയിൽ വന്നിട്ടേ എനിക്ക് വലിയ സുഹൃത്തുക്കളൊന്നും ഇല്ല. സിനിമയിൽ വന്നിട്ട് എനിക്ക് ഷാജി എന്നൊരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പണ്ട്. സിനിമയില് കൊള്ളാം, നല്ല പയ്യന, സംവിധാനമൊക്കെ ചെയ്യും. സിനിമയൊക്കെ ഹിറ്റ് സിനിമകൾ കുറേ എണ്ണം ഈ അടുത്ത കാലത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പുള്ളിക്കാരൻ അറിയാവോ? പിന്നെ എനിക്ക് അടുത്തറിയാം അല്ലേ? അടുത്തറിയാമെങ്കിൽ പിന്നെ വളരെ നല്ല പരിചയമാണ്. കൈലാസത്തിൽ എവിടെ പുള്ളി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പേരിന്റെ കൂടെ വീട്ടുപേര് അങ്ങനെയാ. പറഞ്ഞു വരുമ്പോ പറഞ്ഞൊക്കെ പറഞ്ഞു ഇനിയും കൂടുതൽ വലിയ സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ എന്നെ ഒറ്റ പടത്തിൽ അഭിനയിപ്പിച്ചിട്ടുള്ളൂ. എന്റെയും കൂടെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്താണ്. ഞങ്ങള് സുഹൃത്തുക്കളാണ്. ഇങ്ങനെ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു പടത്തിലുള്ള അഭിനയിച്ച മധുരാശി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു ചൂണ്ടായിട്ട് വെച്ചിരിക്കുക. ഇനി വേണ്ടപ്പെട്ട ആളടുത്ത് ഇരിക്കുകയില്ലയോ? വേണ്ടപ്പെട്ട ആള് അടുത്ത് ഇരിക്കുന്ന അടുത്ത തമിഴ് പടം അടുത്ത ഫ്രണ്ട് അല്ലേ, അന്നേരം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു അതെല്ലാം പോട്ടെ ചേട്ടൻ. ഞാൻ ചേട്ടനെ കാണുമ്പോ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നാന്നറിയാവോ, മിക്ക പേരും സിനിമയിൽ വരുമ്പോഴത്തേനും പേര് മാറ്റും എന്ന് പറയും. പക്ഷെ ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ചേട്ടൻ എങ്ങനെ ഈ കൊച്ചു പ്രേമൻ എന്ന് വന്നേ? അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമല്ല, നാടകകാലത്ത് ഞാൻ നാടകക്കാരനായിരുന്നു. നാടകകാലത്ത് തന്നെ പേര് മാറ്റിയതാണ്. അതായത് 2 പ്രേമന്മാരുണ്ടായിരുന്നു ഒരേപോലെ. രണ്ട് പ്രേമന്മാരും കൂടി ചേർന്ന് ഒരു നാടക സമിതിയിൽ അഭിനയിക്കാൻ അവസരം വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ പണ്ട് നമ്മൾ ടി വിയോ മറ്റു മാധ്യമങ്ങളോ ഇല്ല, റേഡിയോയും പത്രവുമാണ് ഇങ്ങനെ നമ്മുടെ നാടകത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പത്രത്തിൽ ഇങ്ങനെ നാടകത്തെ പറ്റിയൊരു അഭിപ്രായം ഇങ്ങനെ വന്നു. ഇന്ന നാടകത്തിൽ ഇന്ന പ്രേമൻ വളരെ മനോഹരമായിട്ട് വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ഇതാരാണെന്നുള്ള അവനാണെന്ന് അവനും ഞാനാണെന്ന് ഞാനും. അങ്ങനെ ഭയങ്കര വഴക്കായി വക്കാണമായി. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് മുതൽ അനൗൺസ് ചെയ്യുമ്പോൾ നീ വലിയ പ്രേമൻ, അവനേക്കാൾ വലിയ ആളാണ്, പൊക്കമുള്ള ആളാണ്. ഞാൻ ഇച്ചിരി ഈ കുരുടായിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ പേര് കൊച്ചു പ്രേമൻ എന്ന് ആക്കാം എന്നങ്ങനെ പറഞ്ഞ് അന്ന് മുതൽ അനൗൺസ് ചെയ്തത് പേരാണ് കൊച്ചു പ്രേമനും വലിയ പ്രേമനും. അങ്ങനെ ആ പേര് എനിക്ക് രാശിയായി. പിന്നീട് സിനിമയിലേക്ക് പ്രവേശിക്കാനും ആ പേര് വലിയ ഒരു ഉപകാരം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിൽ. ഇത് ആദ്യം ഒന്ന് കഴിച്ചിട്ട് എൻ്റെ ചട്നി അല്ല നേരത്തെ എന്നാ അടദോശ എന്നാന്ന് ചോദിച്ച കാറിന് അടവെക്കുന്ന അടയാണോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഏതാണ്ട് വിശപ്പിന് അടവെക്കുന്ന പോലെയാ വെപ്രാളം. ഇതിപ്പോ കറിക്ക് അടവച്ചിരിക്കുക. ചേച്ചി ദോശ ഞാൻ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാവേ. നാടകത്തിലൂടെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഈ നാടകം ഞങ്ങൾ നാട്ടിൽ ഒരു ഫെസ്റ്റിവൽ, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഡേക്ക് ഒരു നാടകം വയ്ക്കും. അത് തന്നെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കും. അങ്ങനെ ഒരു നാടകം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ ഇങ്ങനെ അവതരിപ്പിച്ചു. ആ നാടകം കാണാനായിട്ട് തീർന്ന ഉടനെ ഒരാൾ ഗ്രീൻ റൂമിൽ വന്നിട്ട് എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. നിങ്ങളാണ് നാടകം ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, സാർ നിങ്ങളല്ലേ ആ കോമഡി വേഷം ചെയ്തത്? ഞാൻ പറഞ്ഞു, അതെ. ശരി. കുറച്ച് നേരം കൂടെ പുള്ളി അവിടെ നിന്ന് കറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരുമോ? ഞാൻ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ, സത്യം പറഞ്ഞ. അതിനെന്താ സാർ എന്ന് പറഞ്ഞു. ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. അതാ അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ ഒരു 6 മാസം. അന്ന് വീട്ടിൽ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ മാത്രമേ ഒരു ഫോണുള്ളൂ.
അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ നമ്പർ തരാം, ഈ നമ്പറിലേക്ക് നിങ്ങൾ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഈ കടയിൽ ചെന്ന് വിളിക്കും ഫോൺ നമ്പർ. അങ്ങനെ ഒരു ദിവസം ആ കടയിലേക്ക് ഫോൺ വന്നു, ഇങ്ങനെ ഇത്ര ദിവസം ഇത്ര ഞാനന്ന് നിങ്ങളെ നാടക സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ആളാണ്, എൻ്റെ പേര് JC കുറ്റിക്കാടെന്നാണ്, ഞാൻ 7 നിറങ്ങൾ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണ്, അതിൽ നിങ്ങൾക്ക് പറ്റിയൊരു വേഷമുണ്ട്, നിങ്ങൾ ചെയ്യണം. ഓ സന്തോഷമായിപ്പോയി. അപ്പോൾ ഈ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ദിവസം അടുത്ത് വന്നു, കൺട്രോളർ വിളിച്ചു. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ തിരുവനന്തപുരത്ത് പ്രിയ ഹോട്ടലിലെത്തണമെന്ന്. അപ്പോൾ പ്രിയ ഹോട്ടലിൽ ചെന്നിട്ട് പ്രിയ ഹോട്ടലിൽ ചെന്നോടനെ പോയി. അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം ഇനി പോകുന്നു? പ്രിയ ഹോട്ടലിൽ ചെന്നോടനെ പകുതിക്ക് വെച്ച് മുറിഞ്ഞുപോയി. ചെന്നോടനെ പറഞ്ഞു അതിൻ്റെ കൺട്രോളർ അതാണ് റിസപ്ഷനിലിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് പ്രധാന നടനും നടിയും. അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്നു. ഇന്നത്തെ വിധുബാലയും ജോസുമായിരുന്നു നായികന്മാർ. പിന്നെ മീന ചേച്ചി ഉണ്ടായിരുന്നു, ജനാർദ്ദനൻ ചേട്ടനുണ്ടായിരുന്നു. ഇവരെയൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ. ഇവരെയൊക്കെ ഇത്ര അടുത്ത് കാണുക, സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയൊക്കെ ഒന്ന് തൊട്ടു നോക്കും, ഞാൻ തന്നെയാണ്. അങ്ങനെ ഇവരുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ചു ബഹദൂറൊക്കെയാണ് എൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു മനുഷ്യനെ സിനിമാ രംഗത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു പുതിയ ഒരാളാണ്, എന്നെ വേണ്ടെങ്കിൽ പുള്ളിക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം, ഒന്നും പറഞ്ഞു തരാതിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ചെന്നുടനെ പുള്ളി ലൊക്കേഷനിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചു, വാ പ്രേമൻ എന്നല്ലേ പേര്, നിങ്ങളിങ്ങനെ വരുന്നതെന്ന് ഇന്നലെ പറയുന്നത് കേട്ടു, നിങ്ങൾ നാടകത്തിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ സിനിമയുടെ രീതി ഇതാണ്, ഇതൊക്കെയാണ്, ഇന്ന രീതിയിൽ ഇന്ന ക്യാമറ എവിടെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നാടകത്തിൽ കാണിക്കുമ്പോൾ അത്രയും വലിയ ഓവർ ആക്ഷൻ ഒന്നും സിനിമയ്ക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആണ് എന്നെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി എന്നുള്ളതാണ്.